നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒടുവിൽ പവനായി ശവമായി ഇന്ത്യയെ വെല്ലുവിളിച്ച ബംഗ്ലാദേശിന്റെ ഗതി. ബംഗ്ലാദേശ് സൈനിക മേധാവി വക്കാർ ഉസ്മാൻ ആദ്യം ഇന്ത്യയെ വെല്ലുവിളിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ത്യ തങ്ങളുടെ തന്ത്രപ്രധാനമായ സുഹൃത്താണ് എന്നുവരെ പറഞ്ഞു നിർത്തി. ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട അയൽരാജ്യമാണ്. നമ്മൾ പല കാര്യങ്ങളിലും ഇന്ത്യയെ ആശ്രയിക്കുന്നു. ബംഗ്ലാദേശിന്റെ സ്ഥിരതയിൽ ഇന്ത്യക്കും താൽപ്പര്യമുണ്ട്. ഇത് വിട്ടുവീഴ്ചകളുടെ ബന്ധമാണ്, ന്യായത്തിൽ അധിഷ്ഠിതമായിരിക്കുമെന്നാണ് ബംഗ്ലാദേശ് കരസേനാ മേധാവി ഏറ്റവും ഒടുവിൽ പറഞ്ഞു വച്ചത്. നേരത്തെ അങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞത് എന്ന് സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ കുത്തിപ്പൊക്കലുകൾ തുടരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ ഇന്ത്യക്കെതിരെ അട്ടഹാസം മുഴക്കിയ ബംഗ്ലാദേശിന്റെ കരസേനാ മേധാവിയാണ് ഒടുവിൽ മുട്ടിലിഴഞ്ഞ് ഇന്ത്യക്ക് മുന്നിൽ നിൽക്കുന്നത്. അതിനൊരൊറ്റ കാരണം മാത്രമേ ഇപ്പോൾ മുന്നിലുള്ളൂ. ബംഗ്ലാദേശിന്റെ 3 വശവും പൊതിഞ്ഞ് ഇന്ത്യ നിൽക്കുന്നു. തൊട്ടപ്പുറത്ത് മ്യാൻമർ അതിർത്തിയിലെ അരാക്കൻ സേന ബംഗ്ലാദേശിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ആ ദ്വീപ് അങ്ങ് പിടിച്ചെടുത്തു. ബംഗ്ലാദേശിലെ സെന്റ് മാർട്ടിൻ ദ്വീപ് അരാക്കൻ സേന പിടിച്ചെടുത്തതാണ് ഇപ്പോൾ ബംഗ്ലാദേശിനെ ഇത്രയധികം ഭയപ്പെടുത്തുന്നത്. പവർ വിത്തൌട്ട് റെസ്പോൺസിബിലിറ്റി എന്ന തന്ത്രമാണ് ഇതിനു പിന്നിൽ ഇന്ത്യ പയറ്റിയത് എന്ന് വിദേശ മാധ്യമങ്ങൾ പറയുന്നു. നേരിട്ട് സെന്റ് മാർട്ടിൻസ് ദ്വീപ് പിടിച്ചെടുക്കുക അന്താരാഷ്ട്ര നിയമലംഘനമാണ്. അതുകൊണ്ട് തന്നെ അരാക്കൻ സേനയെ മുൻനിർത്തി ഇന്ത്യ കളിച്ച കളിയാണത്രേ ഈ സെന്റ് മാർട്ടിൻസ് ദ്വീപ് അരാക്കൻ സേനയുടെ കയ്യിലിരിക്കുന്നത്. ഭാവിയിൽ ഇനി ഈ ദ്വീപ് ഇന്ത്യക്ക് പാട്ടത്തിന് നൽകിയാലും ബംഗ്ലാദേശ് സർക്കാരിന് ഒരക്ഷരം ഉരിയാടാൻ കഴിയില്ല. അരാക്കൻ ആർമിയുടെ ഇപ്പോഴത്തെ ഈ മുന്നേറ്റത്തിന് പിന്നിൽ ഇന്ത്യയുടെ കരങ്ങളുണ്ട് എന്ന് ബംഗ്ലാദേശ് ഭയപ്പെടുന്നു. അരാക്കൻ ആർമി പ്രതിനിധികളുമായി ഒരു ഇന്ത്യൻ രാജ്യസഭാ MP കൂടിക്കാഴ്ച നടത്തിയ വിവരം ഇപ്പോൾ ലോകത്തിലെ പല മാധ്യമങ്ങളിലും വലിയ റിപ്പോർട്ടായി വന്നിട്ടുണ്ട്. അരാക്കൻ ആർമി പ്രതിനിധികൾ നേരത്തെ ഇന്ത്യയിലെത്തി സർക്കാർ പ്രതിനിധികളെ കണ്ടു എന്നതിലും കൂടുതൽ സ്ഥിരീകരണ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇന്ത്യയിലെ ചില പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് മഹാബംഗ്ലാദേശ് രൂപീകരിക്കുമെന്ന് നേരത്തെ ജമാഅത്ത് ഇസ്ലാമി സംഘങ്ങൾ വീരവാചകം മുഴക്കിയിരുന്നു. ഇന്ത്യയിൽ അഭയം തേടിയ ഷെയ്ഖ് ഹസീനയെ വിട്ടുതന്നില്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കുമെന്ന് മുഹമ്മദ് യൂനുസും ഒരിക്കൽ ഇന്ത്യയെ വെല്ലുവിളിച്ചു പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ഇന്ത്യക്ക് നേരെ ഭീഷണിയില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ മുന്നിൽ മുട്ടിൽ നിൽക്കുകയാണ് ബംഗ്ലാദേശ്. അതൊരു വല്ലാത്ത കഥ തന്നെ. അരാക്കൻ ആർമിയുമായുള്ള ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ചങ്കാത്തമാണ് എവിടെയും ചർച്ചാ വിഷയം. ഇന്ത്യ മ്യാൻമർ ബോർഡറിൽ സുരക്ഷ വർദ്ധിപ്പിക്കാനും അതിർത്തി കടന്നുള്ള കുക്കികളുടെ നുഴഞ്ഞുകയറ്റം തടയാനും മണിപ്പൂർ അതിർത്തിയിൽ 9 കിലോമീറ്റർ ദൂരത്തിൽ ഇപ്പോൾ വേലി കെട്ടിയിരിക്കുകയാണ് ഇന്ത്യ. മണിപ്പൂരും മ്യാൻമറുമായി അതിർത്തി പങ്കുവെക്കുന്ന മൊറേ എന്ന പ്രദേശത്താണ് 9.21 കിലോമീറ്റർ ദൂരത്തിൽ ഇന്ത്യ വേലി ഉയർത്തിയിരിക്കുന്നത്. ഈ വേലിയോട് ചേർന്ന് ഒരു വലിയ റോഡ് ശൃംഖലയും ഇന്ത്യ പണിയുന്നു. അനധികൃത കുടിയേറ്റവും കള്ളക്കടത്തും തടയാൻ ഈ അതിർത്തിക്ക് സാധിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞു. അരാക്കൻ ആർമിയുമായുള്ള ഇന്ത്യയുടെ ചങ്ങാത്തം, കുക്കികളുടെ വിളയാട്ടം അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് തുണയാകുന്നു. നേരത്തെ ബംഗ്ലാദേശിലെ സെന്റ് മാർട്ടിൻസ് ദ്വീപ് പിടിച്ചടക്കിയ അരാക്കൻ ആർമി മ്യാൻമർ അതിർത്തിയായ രാഖൈന പ്രവിശ്യ പിടിച്ചടക്കിയിരുന്നു. മ്യാൻമർ ബംഗ്ലാദേശ് അതിർത്തിയായ 271 കിലോമീറ്റർ ദൂരവും മ്യാൻമറിലെ തേരാവാദ ബുദ്ധമതക്കാരുടെ സൈന്യമായ അരാക്കൻ ആർമി പിടിച്ചെടുത്തത് ലോകത്തിന് വലിയ അതിശയം പകർന്നിരുന്നു. ഈ അരാക്കൻ ആർമിക്ക് സ്വിറ്റെ തുറമുഖം ഇന്ത്യയുടെ കൈവശമിരിക്കുന്നതിൽ യാതൊരുവിധ എതിർപ്പുമില്ല. മ്യാൻമറിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ ഇന്ത്യക്കെതിരായ പ്രവർത്തനങ്ങൾ തടയുമെന്നും അരാക്കൻ ആർമി പ്രസ്താവന ഇറക്കി. മണിപ്പൂർ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങൾ ബംഗാൾ ഉൾക്കടലിലേക്ക് വഴി തുറക്കാൻ ഇന്ത്യ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി കലാദാൻ മൾട്ടി മോഡൽ പ്രോജക്റ്റ്. ഇത് രാഖൈന പ്രവിശ്യ വഴിയാണ് കടന്നുപോകുന്നത്. രാഖൈന പ്രവിശ്യ ഇപ്പോൾ അരാക്കൻ ആർമി പിടിച്ചെടുത്തതുകൊണ്ട് ഇന്ത്യയുടെ കലാദാൻ മൾട്ടി മോഡൽ പ്രോജക്റ്റ് ഉടൻ നടപ്പാകുമെന്ന വാർത്തകളും പുറത്തു വരുന്നു. ഈ പദ്ധതി കൊൽക്കത്തയിൽ നിന്ന് ആരംഭിച്ച് റാഖൈനിലെ സ്വിറ്റെ തുറമുഖം വരെ എത്തും. അവിടെ നിന്നും ചിൻ സംസ്ഥാനമായ പലേറ്റാവ നദീ തുറമുഖത്തെത്തും. പിന്നെ റോഡ് മാർഗം മിസോറാമിലെത്താം. സ്വിറ്റെ തുറമുഖം ഇന്ത്യക്ക് നൽകുന്നതിൽ യാതൊരുവിധ എതിർപ്പുമില്ല എന്ന് അരാക്കൻ സൈന്യം വ്യക്തമാക്കി കഴിഞ്ഞു. ഇതുവഴി ബംഗ്ലാദേശിന്റെ നെഞ്ചിനു നേർക്ക് ഒരു കാഞ്ചി വലിച്ചു നിൽക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിയും. എന്നാൽ അതിനേക്കാൾ ബംഗ്ലാദേശിനെ ഭയപ്പെടുത്തുന്നത് സെന്റ് മാർട്ടിൻസ് ദ്വീപ് തന്നെയാണ്. വളരെക്കാലം ഈ ദ്വീപ് ഒട്ടനവധി വിവാദങ്ങൾക്ക് വേദിയായിരുന്നു എങ്കിൽ ഇപ്പോൾ ഇന്ത്യയുടെ നിയന്ത്രണത്തിലേക്ക് സെന്റ് മാർട്ടിൻസ് ദ്വീപും എത്തിയോ എന്ന് ലോകം സംശയിക്കുന്നു. സിറിയയിൽ കണ്ടതിന് സമാനമാണ് ഇപ്പോൾ ബംഗ്ലാദേശ് മ്യാൻമർ അതിർത്തിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 271 കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിർത്തി പ്രദേശം മുഴുവൻ അരാക്കൻ സേന എന്ന വിഭാഗം പൊടുന്നനെ പിടിച്ചെടുക്കുന്നു. അതിന് തൊട്ടുപിന്നാലെ ബംഗ്ലാദേശിന്റെ കൈവശമിരുന്ന സെന്റ് മാർട്ടിൻസ് ദ്വീപ് ബംഗ്ലാദേശിന്റെ കയ്യിൽ നിന്ന് അവർ പിടിച്ചെടുത്തു.
ചെറിയൊരു സേനാ വിഭാഗത്തിന് എങ്ങനെ സാധിക്കുന്നു ഈ അത്ഭുതങ്ങൾ കാട്ടാൻ? അതുകൊണ്ട് തന്നെ അവരുടെ ഓരോ നീക്കത്തിന് പിന്നിലും ഇന്ത്യയുടെ കൈകളുണ്ട് എന്ന് ബംഗ്ലാദേശ് മാത്രമല്ല ലോകത്തിലെ മിക്ക രാജ്യങ്ങളും സംശയിക്കുന്നു. ജനാധിപത്യ രാജ്യങ്ങളിൽ പൊതുവെ സൈന്യത്തലവന്മാർ നയതന്ത്ര കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാറില്ല. എന്നാൽ ബംഗ്ലാദേശ് കരസേനാ മേധാവി നടത്തിയ പ്രസ്താവനകൾക്ക് പിന്നിൽ ബംഗ്ലാദേശിന്റെ മുട്ടിടിച്ച നയതന്ത്ര സമീപനവുമുണ്ട് എന്ന് വ്യക്തം. ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയ പ്രക്ഷോഭങ്ങളിൽ പട്ടാളത്തലവന്റെ റോളും ചർച്ചയായിരുന്നു. ഹസീന ഇന്ത്യയിൽ അഭയം തേടിയതിനു പിന്നിൽ ഒരൊറ്റ കാരണം, പ്രക്ഷോഭം അടിച്ചമർത്താൻ അവർ പട്ടാളത്തോട് ആവശ്യപ്പെട്ടു. എന്നാൽ പട്ടാളം ഇതിനോട് വിമുഖത കാട്ടിയതാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് അധികാരം നഷ്ടപ്പെടാനും ഇന്ത്യയിലേക്ക് പലായനം ചെയ്യാനുമുള്ള കാരണം. എന്നാൽ തുടർന്ന് മുഹമ്മദ് ഉസമാൻ ഭരണകൂടത്തിന് കരസേനാ മേധാവി വക്കാർ ഉസമാൻ പിന്തുണ പ്രഖ്യാപിച്ചു. മുഹമ്മദ് യൂനുസ് ഭരണകൂടം നിലവിൽ വന്നതിനു ശേഷം കരസേനാ മേധാവി ഇന്ത്യക്കെതിരായ നിലപാടുകൾ കൂടുതൽ കടുപ്പിച്ചിരുന്നു. ബംഗ്ലാദേശിന്റെ 3 വശവും നിറഞ്ഞു നിൽക്കുന്നത് ഇന്ത്യൻ അതിർത്തിയാണ്. 4ാമത്തെ അതിർത്തി തേരവാദ ബുദ്ധമതക്കാരായ അരാക്കൻ പട്ടാളത്തിന്റെ കയ്യിലും. 30,000-നും 40,000-നും ഇടയിൽ മാത്രം അംഗങ്ങളുള്ള അരാക്കൻ സേന നടത്തുന്ന ഓരോ നീക്കങ്ങൾക്ക് പിന്നിലും ഇന്ത്യയുടെ സാന്നിധ്യം മാത്രമല്ല ഇന്ത്യൻ ആയുധങ്ങളുമുണ്ട് എന്ന് ബംഗ്ലാദേശിന്റെ കരസേനാ മേധാവി ഇപ്പോൾ കണക്കുകൂട്ടുന്നു. മ്യാൻമർ പട്ടാളമായ ടാറ്റ്മെദോവിനെ ഓടിച്ച് റാഖൈൻ പ്രവിശ്യ സ്വന്തമാക്കിയ അറാക്കൻ സേന ഇന്ത്യക്ക് നൽകുന്ന പിന്തുണ തന്നെയാണ് ഇപ്പോൾ കൂടുതൽ ബംഗ്ലാദേശിനെ ഭയചകിതരാക്കുന്നതും. അറാക്കൻ പട്ടാളത്തെ വിരട്ടാൻ കെൽപ്പില്ലാത്ത ബംഗ്ലാദേശ് സൈന്യം എങ്ങനെ ഇന്ത്യയെ നോക്കി കണ്ണുരുട്ടും? രോഹിംഗ്യ അഭയാർത്ഥി പ്രശ്നത്തിൽ ആകെ വലയുന്ന ബംഗ്ലാദേശിന് അരാക്കൻ പട ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് തൽക്കാലം ഉത്തരം പോലുമില്ല. 2009 അറാക്കൻ ആർമി പിറക്കുന്നു. മ്യാൻമറിലെ റാഖൈൻ വംശജർക്ക് കൂടുതൽ സ്വയംഭരണമെന്ന ആവശ്യം മുൻനിർത്തിയാണ് ഇത്തരമൊരു സൈന്യത്തിന്റെ രൂപീകരണം. മ്യാൻമറിലെ കേന്ദ്ര സർക്കാർ തങ്ങളെ കാലങ്ങളായി അവഗണിക്കുകയാണ് എന്ന പരാതി ശക്തമായിരുന്ന കാലഘട്ടത്തിലാണ് അറാക്കൻ സേനയുടെ ഈ രൂപീകരണം. മ്യാൻമറിൽ 2021 സൈനിക അട്ടിമറിക്ക് ശേഷം അവരുടെ പ്രവർത്തനം ശക്തിപ്പെട്ടു. 2023 നവംബറിൽ അവർ ഓപ്പറേഷൻ 1027 എന്ന് പേരിട്ട ആക്രമണം തുടങ്ങി. ഇതിനകം മ്യാൻമറിലെ ധാരാളം ഭൂപ്രദേശങ്ങൾ അവർ പിടിച്ചെടുത്ത് തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി. ഈ വർഷം ആദ്യം അറാക്കൻ ആർമിയുടെ പ്രതിനിധികൾ ഡൽഹിയിലെത്തി നമ്മുടെ സർക്കാർ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പിന്നീടൊരു രാജ്യസഭ എംപിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘം റാഖൈൻ പ്രവിശ്യ സന്ദർശിച്ചു. അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഇന്ത്യ ചില സഹായ പദ്ധതികൾ വാഗ്ദാനം ചെയ്തു. പകരം ഇന്ത്യയുമായി അടുത്ത ബാന്ധവത്തിന് അറാക്കൻ സേന തയ്യാറായി. ഇന്ത്യയുടെ നയതന്ത്ര വിജയം തന്നെയാണ് ഇത് തുറന്നു കാട്ടുന്നത്. ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നിന്ന് പുറത്താവും മുമ്പ് അവർ മാധ്യമങ്ങളോട് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് മണിപ്പൂർ, മ്യാൻമറിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങൾ, ബംഗ്ലാദേശിന്റെ ചില ഭാഗങ്ങൾ എന്നിവ ചേർത്ത് ഒരു ക്രിസ്ത്യൻ രാജ്യമുണ്ടാക്കാൻ സഹായിക്കണമെന്നും ബംഗാൾ ഉൾക്കടലിലെ സെന്റ് മാർട്ടിൻസ് ദ്വീപ് നാവിക താവളമാക്കാൻ അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടുവെന്നാണ് ഷെയ്ഖ് ഹസീന വെളിപ്പെടുത്തിയത്. ഇത്തരമൊരു അമേരിക്കൻ ആവശ്യത്തിന് മുന്നിൽ താൻ നിഷേധം ഉയർത്തിയതാണ് തന്റെ സ്ഥാനം തെറിക്കാനുള്ള കാരണം. ഹസീനയ്ക്ക് പകരം വന്ന യൂനുസ് പറയുന്നിടത്തൊക്കെ ഒപ്പിട്ടു കൊടുക്കുന്നയാളാണ്. മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരിൽ ബിൽ ക്ലിന്റൺ, ബരാക് ഒബാമ എന്നിവർക്ക് പ്രിയപ്പെട്ടവൻ. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ എന്നതുപോലെ ഇന്ത്യ എപ്പോഴും സ്വതന്ത്ര വിദേശ നയമാണ് പുലർത്തുന്നത്. ഇന്ത്യയെ ചൂണ്ടിക്കാട്ടി ലോകത്തിലെ അടുത്ത സാമ്പത്തിക ശക്തി എന്നാണ് മിക്ക അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും ഇപ്പോൾ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഫാർമ, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ബില്യൺ കണക്കിന് ഡോളറിന്റെ വ്യാപാരമാണിപ്പോൾ ബംഗ്ലാദേശുമായി ഇന്ത്യ നടത്തുന്നത്. ബംഗ്ലാദേശിനെ ഒരു ശത്രുവായി പ്രഖ്യാപിച്ച് മുദ്രകുത്തി മാറ്റി നിർത്താൻ ഇന്ത്യ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് തന്നെ സെന്റ് മാർട്ടിൻസ് ദ്വീപ് ഒരു യുദ്ധത്തിലൂടെ പിടിച്ചെടുക്കാനൊന്നും ഇന്ത്യ ശ്രമിക്കില്ല. എന്നാൽ അരാക്കൻ സൈന്യം പിടിച്ചെടുത്ത ദ്വീപ് ഇന്ത്യ പാട്ടത്തിനെടുത്താൽ അതിനെ എതിർക്കാൻ ബംഗ്ലാദേശിന് ഭാവിയിൽ കഴിയാതെ വരും. രാജ്യതന്ത്രത്തിൽ മുൻസീറ്റ് ഡ്രൈവിംഗ് മാത്രമല്ല, പിൻസീറ്റ് ഡ്രൈവിംഗിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്ന് ഇന്ത്യ കാട്ടിത്തരുന്നു. ഇന്ത്യക്കും ബംഗ്ലാദേശിനും മ്യാൻമറിനുമിടയിൽ ബംഗാൾ ഉൾക്കടലിന്റെ വടക്ക് കിഴക്കേ അറ്റത്തുള്ള ഒരു കുഞ്ഞൻ ദ്വീപാണ് സെന്റ് മാർട്ടിൻസ് ദ്വീപ്. വിസ്തീർണം വെറും 3 ചതുരശ്ര കിലോമീറ്റർ. ബംഗ്ലാദേശിലെ കോക്സ് ബസർ ടെക്നാഫ് മുനമ്പിൽ നിന്ന് 9 കിലോമീറ്റർ മാത്രം ദൂരം. മ്യാൻമറിന്റെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്ന് 8 കിലോമീറ്റർ അകലെ. ബംഗ്ലാദേശിന്റെ ഏക പവിഴപ്പുറ്റ് 68 ഇനം പവിഴപ്പുറ്റുകളും 151 ഇനം ആൽഗകളും 234 ഇനം കടൽ മത്സ്യങ്ങളും ഉൾപ്പെടെ ജൈവ വൈവിധ്യത്തിന്റെ കേന്ദ്രം. ടൂറിസം വികസിച്ച് ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ സെന്റ് മാർട്ടിൻസ് ദ്വീപ് സന്ദർശിക്കാനെത്തുന്നത്. ദ്വീപിൽ 4000-ഓളം മാത്രമാണ് ജനസംഖ്യ. നെൽകൃഷി, നാളികേരം, മീൻ വളർത്തൽ എന്നിവയാണ് ദ്വീപ് നിവാസികളുടെ മുഖ്യ വരുമാനം.
പക്ഷെ ടൂറിസം വളർന്നതോടെ കൂടുതൽ വരുമാന മാർഗം അവർക്ക് മുന്നിൽ തുറക്കപ്പെട്ടു. 5000 വർഷം മുൻപ് ബംഗ്ലാദേശിന്റെ ടെക്നാഫ് കരപ്രദേശത്തിനൊപ്പമായിരുന്നു ഈ പ്രദേശമെന്ന് പറയുന്നു. പിന്നീട് കടലെടുക്കുകയായിരുന്നുവെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. 450 വർഷം മുൻപാണ് ഇന്ന് കാണുന്ന സെന്റ് മാർട്ടിൻസ് ദ്വീപ് രൂപപ്പെട്ടത്. 1937 മ്യാൻമർ സ്വതന്ത്രമായപ്പോഴും സെന്റ് മാർട്ടിൻസ് ദ്വീപ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായി നിലകൊണ്ടു. 1947 ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ വിഭജനത്തിൽ ദ്വീപ് പാകിസ്ഥാന്റെ ഭാഗമായി. 1971 പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം നേടിയപ്പോൾ സെന്റ് മാർട്ടിൻസ് ദ്വീപ് ബംഗ്ലാദേശിന്റെ ഭാഗമായി. വലിപ്പം കൊണ്ട് ഇവൻ ചെറുതാണ്, പക്ഷേ ബംഗ്ലാദേശിനും മ്യാൻമറിനും നടുവിൽ തന്ത്രപ്രധാനമായ മേഖലയിലാണ് സെന്റ് മാർട്ടിൻസ് ദ്വീപിന്റെ സ്ഥാനം. ബംഗാൾ ഉൾക്കടലിന്റെ പ്രവേശന ഭാഗമായതുകൊണ്ട് സമുദ്രഗതാഗതത്തെയും ചരക്ക് നീക്കത്തെയും അടുത്തുനിന്ന് നിരീക്ഷിക്കാൻ കഴിയും. ഇവിടം നിയന്ത്രിക്കുന്നവർക്ക് സുപ്രധാന സമുദ്രപാതയായ മലാക്ക കടലിടുക്കിനടുത്ത് തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കാം. ചൈനയുടെ വ്യാപാര നീക്കത്തിന്റെ 80% മലാക്ക പാതയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖല US-ന് ഏറെ നിർണായകമാണ്. ഇന്ത്യക്കും ഏറെ നിർണായകമാണ് സെന്റ് മാർട്ടിൻസ് ദ്വീപ് എന്ന് വ്യക്തം. കോക്സ് ബസാറിൽ ചൈന നിർമ്മിക്കുന്ന തുറമുഖം ഈ ദ്വീപിന് തൊട്ടടുത്താണ്. US-ന്റെ വിശ്വസ്ത ക്വാഡ് പങ്കാളി ബംഗ്ലാദേശിലെ ചത്തോഗ്രാമിൽ നിർമ്മാണം തുടങ്ങിയ മാന്താർബരി തുറമുഖവും സെന്റ് മാർട്ടിൻസ് ദ്വീപിനടുത്ത്. വിശ്വസ്ത പങ്കാളികളെ കൂട്ടുപിടിച്ച് ചൈനയെ നേരിടാനുള്ള US-ന്റെ ഇന്ത്യ പസഫിക് നയത്തിന്റെ ഭാഗമായും ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നു. ഇവിടെ നിന്ന് ചൈനയുടെയും മ്യാൻമറിന്റെയും ബംഗ്ലാദേശിന്റെയും മാത്രമല്ല ഇന്ത്യയുടെ നീക്കങ്ങളും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഏറെ നിർണായകമായ സെന്റ് മാർട്ടിൻസ് ദ്വീപ് അരാക്കൻ സേന പിടിച്ചടക്കുമ്പോൾ ഇന്ത്യക്ക് സന്തോഷം പകരുന്നതും അതുകൊണ്ട് തന്നെ. സെന്റ് മാർട്ടിൻസ് ദ്വീപ് ഭാവിയിൽ തന്ത്രങ്ങളിലൂടെ ഇന്ത്യക്ക് കിട്ടാനുള്ള സാധ്യതകൾ ഏറി വരുന്നു. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് ഭയചകിതരായി നിൽക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ നയതന്ത്രം പിഴച്ച് ചൈന മറുവശത്ത്. അരാക്കൻ സേന അങ്ങനെ ഇന്ത്യയുടെ ശക്തമായ ഒരു ഭാഗമായി മാറുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.